നമസ്കാരം, അഖിലാണ്. രസകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകൾക്ക്, എല്ലാവരെയും കൂടെ ചേർത്ത് പറയുന്നത് ശരിയല്ല, ചില സ്ത്രീകൾക്ക് വീട്ടിലുള്ള ഭർത്താക്കന്മാർ പറയുന്നതിനെക്കാട്ടും വിശ്വാസം അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ അല്ലെങ്കിൽ ചില ജ്യോതിശാലയങ്ങളൊക്കെ നടത്തുന്ന അവിടുത്തെ പൂജാരിമാർ പറയുന്നതാണ് ഭയങ്കര വിശ്വാസം. അവർ പറയുന്നത് കണ്ണടച്ചെന്ന് വിശ്വസിക്കും. സ്വന്തം ഭർത്താവ് പറയുന്നതോ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പറമ്പ് പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതോ ഒന്നും വിശ്വസിക്കത്തില്ല. പക്ഷേ തിരുമേനി പറഞ്ഞു കഴിഞ്ഞാലോ പൂജാരി പറഞ്ഞു കഴിഞ്ഞാലോ കണ്ണടച്ചെന്ന് വിശ്വസിക്കും. അത് ഒരു മതസ്ഥരല്ല കേട്ടോ, പല ആൾക്കാരും അവിടെ വരുന്നവരുമുണ്ട്. എന്നിട്ട് അവർ പറയുന്നതാണ് ദൈവവാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവതുല്യമായിട്ട് ഇവരെ തന്നെ കാണും. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സകല ദുഃഖങ്ങളും ഒന്നും മറച്ചു വെക്കാതെ തുറന്നെന്ന് പറയും. അത് ചിലരെന്ന് മുതലെടുക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം, എന്തോ ക്ഷേത്രം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂരാണ് സംഭവം ഉള്ളത്. അന്നേരം വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച്, ഈ ഒരു അമ്പലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചതായിരുന്നു. പക്ഷേ നമ്മളൊരു ക്ഷേത്രത്തിന്റെ, ഇപ്പോൾ തന്നെ ആയാലും ഞാൻ ആ ക്ഷേത്രത്തിന്റെ പേരെടുത്ത് പറയുന്നത് നമ്മളൊരു തെറ്റായിട്ടുള്ള കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളൊരു അതിനെ നമ്മൾ തെറ്റായിട്ട് പറയുന്നത്, അതിനകത്തുള്ള വ്യക്തികൾ കാണിച്ച കാര്യത്തിൽ നമ്മളൊരു ക്ഷേത്രത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലും സെലിബ്രിറ്റികൾ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊന്ന് സംശയിച്ചപ്പോഴത്തേക്ക് ഒരാൾക്ക് പ്രത്യേകിച്ച് ദൈവവിശ്വാസം ഒന്നും ഇല്ലാതെ പലയിടത്തും പറയുന്ന ഒരാൾ തന്നെ സ്വന്തം കുടുംബമായിട്ട് അവിടെ പോയിട്ടെന്ന് പറയുന്നു ഭയങ്കര സെറ്റപ്പാണ്, എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്തോ ഒരു അസ്വാഭാവികത നമുക്കവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അറിയണമെന്ന് ശ്രമിച്ചു. പിന്നീട് അന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും മനസ്സിൽ നിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ പരസ്യം കൊടുത്ത് ഭക്തരെ കൊണ്ടുവരേണ്ട ആവശ്യം ദൈവത്തിനില്ല. അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ആണെന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ രീതിയിലുള്ള ക്ഷേത്രമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് കാലം തൊട്ടേ ദൈവമേ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഈശ്വര എന്ന് വിളിക്കുന്ന ആ ദൈവത്തിനെ എന്നും ഒരു പരസ്യത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സോഷ്യൽ മീഡിയ അതിലൂടെ കണ്ടിട്ടല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ അവിടെ പോകുന്നു, അതിനെ വിശ്വസിക്കുന്നു എന്നാണ്. പക്ഷേ ഈ ഒരു ക്ഷേത്രത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നപ്പോഴേ അതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ തെളിവുകൾ കൊണ്ടുവച്ചിരിക്കുകയാണ്. അന്നേരം ഇതിനകത്ത് ഈ പരാതിപ്പെട്ടിരിക്കുന്ന പൂജാരി ചില്ലറക്കാരനല്ലെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷി ഒരിടത്ത് മാത്രമല്ല, പലയിടത്തും കൃഷി എടുത്തിട്ടുണ്ട്. ആ കൃഷിയുടെ നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ വോയിസിലൂടെ കേട്ടിട്ടുള്ളത്. നിങ്ങളതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. അന്നേരം കക്ഷിയെ കുറിച്ച് ചെറിയൊരു ധാരണയൊക്കെ കിട്ടും. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാത്തുള്ളൂ കുഴപ്പമില്ല. അന്നേരം ഇത് ഇപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷിയെക്കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് കക്ഷിക്ക് തൃശ്ശൂർ ഭാഗത്ത് നിന്നല്ല എറണാകുളത്ത് നല്ല കോണ്ടാക്ട് ആണ്. കാരണം എന്ന് വെച്ചാൽ എന്തറിയോ, ഈ സെലിബ്രിറ്റികളുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ട് കക്ഷി അതിനെ നല്ല രീതിയിലൊന്ന് മുതലെടുക്കുമായിരുന്നു. അന്നേരം ആ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് കക്ഷിയുടെ ഫോണിൽ നിന്നിപ്പോൾ ഒരുപാട് വെടിവഴിപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ന് വെച്ചാൽ അതിനകത്ത് പ്രമുഖരായിട്ടുള്ള പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വരെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ശരിതെറ്റുകൾ നമുക്ക് പിന്നീട് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്തുവായാലും പൂജാരിയുടെ മെയിൻ വഴിപാട് വെടിവഴിപാടാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം കക്ഷിയെ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റികളുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് കക്ഷി അതിനെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ടായിരുന്നു. മുതലെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഇനാഗുറേഷൻ പരിപാടികൾ കണ്ടക്ട് ചെയ്യാനായിട്ട് കക്ഷി തന്നെ മുന്നിൽ നിന്നിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുകയും ഇവരുടെ ഇടയിൽ നിന്നത് ഒരു മീഡിയേറ്റർ ആയിട്ട് നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് ഈ അമ്പലത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർക്കെല്ലാം പണം നൽകിയ ശേഷം ഒരു തിരക്കഥ പോലെ സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് പറയും ഇത് ഇതേ കണക്കെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്ന വീഡിയോസ് എല്ലാം. അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങോട്ട് ചെന്ന് കയറുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ വെളിപ്പെടുത്തി മനുഷ്യർ ഓരോരോ അവസ്ഥകൾ, നാട്ടിലുള്ള ഓരോ പെണ്ണുങ്ങൾക്ക് ഒരു വിവരം ഇല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമില്ലാതായിട്ട് ഓരോരുത്തന്മാരുടെ മുന്നിൽ ചെന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ഇതിപ്പോ വേറൊരു സൈഡ്, ഇതിന്റെ ഒരു സൈഡാണ് ഇപ്പൊ നിങ്ങൾ കേട്ടോ. മറ്റൊരു സൈഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ട്രാപ്പിലാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂട്യൂബിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മാഫിയ രീതിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. സാധാരണ ഒരു ദേവസ്വം ബോർഡിന്റെ അണ്ടറിലൊക്കെ ഉള്ള സാധാരണ ക്ഷേത്രം പോലല്ല. ഇതൊരു നമ്മൾ കർണാടകത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര കോട്ട കെട്ടിയിട്ട് അതിനകത്തൊരു അമ്പലം
അത്രത്തോളം അതിനകത്ത് കൊത്തുപണികളും കാര്യങ്ങളും ബാക്കി ഞാനും ആ വീഡിയോസിനകത്തൂടെ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലൈറ്റിംഗ് പ്രസൻസ് കൊടുക്കുന്ന ഒരു അമ്പലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് വീഡിയോയിലൂടെയൊക്കെ കാണുന്നത്. എന്നാലും ഇതിനകത്ത് ചെന്നവർ ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയപ്പോൾ അതിനകത്തെല്ലാം ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള വ്യക്തികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുള്ളവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി, കാശിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണിത്. അതിനകത്ത് അല്ലാതെ മറ്റുള്ള പരിപാടികളെന്ന് വെച്ചാൽ അതിനകത്ത് ഓരോരുത്തരുടെ വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇട്ടെങ്കിൽ എനിക്ക് 20,000 പോയി, എനിക്ക് 30,000 പോയി, 10,000 പോയി, 25,000 പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കണക്കുകൾ അതിനകത്ത് നിരത്തുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുന്നത് നമ്മളായിട്ട് കൊണ്ട് കൊടുത്തല്ലേ, അല്ലാതെ ഓരോരുത്തർ ഓരോ സെലിബ്രിറ്റികൾ ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഉടനെ അങ്ങോട്ട് ചെന്ന് കയറേണ്ട ആവശ്യമൊന്നും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് ലോകത്തിരുന്ന് വിളിച്ചു കഴിഞ്ഞാലും കേൾക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പൂജാരി വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ അച്ഛൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ മറ്റൊരാൾ വിചാരിച്ചാലോ ഒന്നും തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെ കൊണ്ടൊന്നും തീർത്താൽ പോരായിരുന്നോ എല്ലാ കാര്യങ്ങളും. ഇനി ഞാൻ പറഞ്ഞല്ലോ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷിയുടെ മൊബൈലിനകത്ത് നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വരാൻ പോകുന്നത് ഒരുപാട് വലിയ വലിയ വെടിവഴിപാട് കഥകളായിരിക്കും വരാൻ പോകുന്നത്. വഴിപാടിൻ്റെ രീതികളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് സെലിബ്രിറ്റികളായിട്ടുള്ള ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ വന്ന് ഓരോ കഥകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ഒരു ചിലപ്പം ചമയ്ക്കപ്പെട്ടതാണോ എന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾക്ക് ഇവർക്കിടയിൽ നടക്കുന്നുണ്ടെന്നും കഴിഞ്ഞ കുറേ മാസങ്ങളായത് കേസും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിന് അതിന് ഈ നടത്തിപ്പുകാരായിട്ടുള്ള ഈ ഉണ്ണി ദാമോദരനും അല്ലെങ്കിൽ ഈ അരുണിനെയൊക്കെ കുറിച്ച് മോശമായിട്ടുള്ളൊരു ഹണി ട്രാപ്പിംഗ് സെറ്റപ്പാണ് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഈ നിങ്ങൾ വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ തമ്മിൽ നല്ല അടുത്ത് ഇടപഴകലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ എന്താ പറയുക ഭീഷണിപ്പെടുത്തി മേടിച്ചെടുത്തതെന്നല്ല, സമ്മതത്തോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ചേച്ചി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ എന്തായാലും ഇത് കേട്ടിരിക്കുന്നത് ഇത്തരം വാർത്തകൾ വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനെ മുൻനിർത്തി ഓരോരോ അബദ്ധങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിച്ച് നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിൽ ചെന്ന് മനസ്സ് തുറക്കുമ്പോൾ ആലോചിക്കുക, നാളെ നിങ്ങളും ഇതിനെക്കുറിച്ച് അതിൽപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന അധികമായിട്ടുള്ള സമ്പത്ത് അത് തന്നെയാണ് ഈ രക്ഷാധികാരികൾക്കിടയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നുള്ള ഒരു പ്രധാന ഘടകമായിട്ട് പറയുന്നുണ്ട്. അത്തരം സാമ്പത്തികമായിട്ടുള്ള അധിക വരുമാനങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇത് നടത്തിപ്പിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി, അതിന്റെ പേരിലാണ് ഇത്തരം കേസുകൾ ചമച്ചുണ്ടാക്കുന്നതിനൊക്കെ ഉള്ള ഒരു സൈഡിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് നമ്മുടെ ആരുടെയും പണത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആരും ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്ക വെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു ദൈവവും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പണം കൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗം ആരുമില്ലാത്തവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു നേരത്തെ എന്തെങ്കിലും വസ്ത്രങ്ങളില്ലാത്തവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമുക്ക് ചുറ്റും പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നിങ്ങൾ കൊടുക്കുക. അല്ലാതെ ഭണ്ഡാരപ്പെട്ടികളിൽ കൊണ്ട് നിങ്ങൾ പൈസ ഇട്ടിട്ട് ഒരു ദൈവത്തെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താനോ അതുവഴി നിങ്ങൾക്ക് ഒരു ലാഭവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത്തരം കുന്നുകൂടുന്ന പൈസകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം തട്ടിക്കൂട്ട് അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾ ദൈവങ്ങളെയെല്ലാം സൃഷ്ടിക്കാനായിട്ട് കാരണമാവുന്നത്. നമ്മൾ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ തന്നെ വിഡ്ഢികളാവില്ല. കാരണം നമുക്ക് എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും എത്രത്തോളം വിവരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്ര നിസാരപ്പെട്ട കാര്യങ്ങളിൽ ചെന്ന് നമ്മൾ ഓരോരുത്തരുടെ മുന്നിൽ ചാടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ കഥയല്ലേ? ഇനി പുതിയ പുതിയ വാർത്തകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ വാർത്തകൾ ഇപ്പോൾ ഓരോ ചാനലുകളിലും ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിയായ വാർത്ത എന്താണെന്ന് നമുക്ക് അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ശരിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണോ എന്ന് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. എന്തുവായാലും ദൈവത്തിന് നിങ്ങളുടെ ആരുടെയും പൈസ വേണ്ട, ദൈവത്തിന് പ്രൊമോട്ട് ചെയ്ത് ജീവിക്കേണ്ട ഒരാവശ്യവുമില്ല. നിർത്തുന്നു. ബൈ.